most welcome back to our channel. Annual examന്റെ question paper ആണ് നമ്മൾ നോക്കുന്നത്. 5ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഒരു ഇമ്പോർട്ടന്റ് question പേപ്പറും അതോടൊപ്പം തന്നെ ഇതിന്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നാളെ നമുക്ക് പരീക്ഷയുള്ളത് ഇംഗ്ലീഷ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ആക്ടിവിറ്റി 1 എന്ന് പറയുന്നത് സ്പീച്ച് ആണ്. Write a speech to be delivered by Parul to her classmates about the importance of farming and farmers. അതായത് ഫാമേഴ്സിന്റെയും ഫാമിങ്ങിന്റെയും ഇമ്പോർട്ടൻസ് അറിയിച്ചുകൊണ്ടുള്ള ഒരു സ്പീച്ച് ആണ് നമ്മളോട് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഗുഡ് മോർണിംഗ് എവരിവൺ. ടുഡേ ഐ ആം എക്സൈറ്റഡ് ടു ഷെയർ വിത്ത് യു ടോപ്പിക് ക്ലോസ് ടു മൈ ഹാർട്ട്. ഇറ്റ് ഈസ് ഫാമിംഗ്. അതായത് എല്ലാവർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് നമ്മൾ സ്പീച്ച് എഴുതുന്നത് ആരംഭിക്കുക. അതുപോലെ തന്നെ ഇന്ന് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്കാണ് പറയുന്നത്. കൃഷിയെ കുറിച്ചിട്ടാണ് നാം പറയുന്നത് എന്ന് പറയുക. അതിനുശേഷം എന്താണ്? I recently visited my grandma's farm and learned about the hard work of farmers and what they are doing in the yield. Farmers are the backbone of our country, growing food and taking care of the earth. They use sustainable practices to keep the earth healthy. Unfortunately, many people take farmers for granted. We got that food in our tables is the result of someone's hard work. Let's appreciate farmers for buying locally grown products and supporting them. They are the true heroes who deserves our respect and gratitude. Thank you. അപ്പോൾ അതായത് ഇവിടെ പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ഫാമേഴ്സിന്റെയും ഫാമിങ്ങിനെയും കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ ഇതുപോലുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ഇപ്പൊ എക്സാമിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. സ്പീച്ച് ഒക്കെ തയ്യാറാക്കാൻ. അപ്പൊ സ്പീച്ച് തയ്യാറാക്കുമ്പോൾ അതിൽ തന്നിട്ടുള്ള ടോപ്പിക്കിനെ വെച്ചുകൊണ്ട് ബന്ധിപ്പിച്ചിട്ടായിരിക്കണം നമ്മൾ സ്പീച്ച് എഴുതാൻ. അതുപോലെ തന്നെ അതിന്റെ അതായത് ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ അത് പറയുക. അതിനുശേഷം ലാസ്റ്റ് നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് അവർക്ക് റെസ്പെക്ട് ചെയ്യുക അല്ലെങ്കിൽ ഗ്രേറ്റിറ്റ്യൂഡ് നമുക്ക് പറയുക ഒക്കെ ചെയ്യാം. നമ്മൾ താങ്ക് യു പറയാം. അപ്പൊ ഇങ്ങനെ ആയിരിക്കണം ഒരു എന്താ പറയാ സ്പീച്ചിന്റെ മോഡൽ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആക്ടിവിറ്റി 2 ആണ്. ഡയറി ആണ്. അപ്പൊ ഡയറി എൻട്രി ഒക്കെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. Meg visited Bill's grandpa's farm. Mill and Peg fed the animals and helped the grandpa in his job. They had a narrow escape from the sting of bees. Returning home, Meg brought her diary, write a likely diary. അതായത് മെഗ് വീട്ടിലേക്ക് തിരിച്ചെത്തിയതിനു ശേഷം നമ്മൾ എഴുതാൻ സാധ്യതയുള്ള ഒരു ഡയറി എഴുതാനാണ്. അപ്പൊ ഡയറി എഴുതുമ്പോൾ നമ്മൾ ഡേറ്റ് ഡേ എന്തായാലും എഴുതണം. അതായത് നമ്മൾ എവിടെയാണ് ഡേറ്റും ഡേയും എഴുതേണ്ടത്? നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിരിക്കണം ഡേറ്റും ഡേയും എഴുതുക. അതിനുശേഷം നമ്മൾ എഴുതേണ്ടത് ഇന്ന് നമുക്ക് സന്തോഷമാണോ അല്ലെങ്കിൽ സങ്കടമാണോ അല്ലെങ്കിൽ വളരെയധികം അൺഫോർഗറ്റബിൾ ഡേ ആണോ അതൊക്കെ നമുക്ക് എഴുതാവുന്നതാണ്. ഫസ്റ്റ് ലൈൻ അതായത് ടുഡേ വാസ് എൻ ഹാപ്പി ഡേറ്റ് അല്ലെങ്കിൽ ടുഡേ വാസ് എ ബാഡ് ഡേ അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് എഴുതാം. അപ്പൊ ഇവിടെ ടുഡേ വാസ് എൻ അൺഫോർഗറ്റബിൾ ഡേ ഫോർ മീ, അതായത് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ദിവസമായിരുന്നു എനിക്ക്. ബിൽ ഇൻവൈറ്റഡ് മീ ടു വിസിറ്റ് ഹിസ് ഗ്രാൻഡ്പാസ് ഫാം, അതായത് ബിൽ എന്നെ അവന്റെ മുത്തശ്ശന്റെ ഫാം കാണാൻ വേണ്ടി എന്നെ ക്ഷണിച്ചു. ഗ്രാൻഡ്പാ വാസ് വെരി ഹാപ്പി, അതായത് അവന്റെ മുത്തശ്ശന് ഒരുപാട് സന്തോഷമാണ്. ഹി ഗേവ് സം ജോബ്സ് ടു ഡു, അതായത് അദ്ദേഹം എനിക്ക് കുറച്ച് ജോലികൾ എനിക്ക് ചെയ്യാൻ വേണ്ടി തന്നു. വി പീൽഡ് ദ കോൺ ആൻഡ് ഹെൽപ്ഡ് ഹിം സോ ദ സോഡ്സ്, അതായത് എന്താണ് കോണിന്റെ തൊലി കളയുകയും അതുപോലെ തന്നെ വിത്ത് ഇടാൻ അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്തു. വി ഈവൻ ഫീഡ് ദ എനിമൽസ്, അതായത് ഞങ്ങള് എനിമൽസിന് മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുത്തു. ദ എനിമൽസ് വർ വെരി ഫ്രണ്ട്ലി വിത്ത് അസ്, അതായത് വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് അവിടുത്തെ മൃഗങ്ങളൊക്കെ നമ്മളോട് നിന്നത്. ഗ്രാൻഡ്പാ വാണ്ടഡ് us not to disturb or feed the bees, അതായത് അവരെ ഡിസ്റ്റർബ് ചെയ്ത് അവർ ഫീഡ് ചെയ്യാൻ പറഞ്ഞിട്ട് ഗ്രാൻഡ്പാ വാൺ ചെയ്തു. ബട്ട് വി വർ വെരി ക്യൂരിയസ്, ഞങ്ങൾ വളരെ ക്യൂരിയസ് ആയിരുന്നു. വി വെന്റ് നിയർ ദ ബീൻസ് സീക്രട്ട്ലി, അതായത് പക്ഷെ ഞങ്ങൾ ഗ്രാൻഡ്പാ പറഞ്ഞത് അനുസരിക്കാതെ ഞങ്ങൾ എന്ത് ചെയ്തു? ആ ബീൻസിന്റെ അടുത്തേക്ക് വളരെ രഹസ്യപൂർവ്വം പോയി. ബിൽ സ്റ്റെപ്ഡ് on a log and peeped into the beef, but he fell on the log and beans were disturbed. We both ran. The bees chased us. The bill screamed and shouted me to jump into stream. We both jumped into the stream, but the bees flew back to the grandpa advised us not to disturb any animals. I'm happy that I had memorable experience on the farm, അതായത് എനിക്ക് വളരെ സന്തോഷമാണ് എനിക്ക് അവിടെ നിന്ന് ആ ഫാമിൽ നിന്ന് ഒരു മറക്കാൻ കഴിയാത്ത ഒരു അനുഭവം എനിക്ക് കിട്ടി. അപ്പൊ അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ക്യാരക്ടറിന്റെ ഏതെങ്കിലും ഒരു അനുഭവം നമ്മൾ ആ ദിവസത്തെ എഴുതാൻ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ നന്നായി വായിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ആ സ്റ്റോറി ബന്ധിപ്പിച്ചിട്ട് വേണം നിങ്ങൾ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ.
Then activity 3 എന്ന് പറയുന്ന ഒരു character sketch ആണ്. Write a character sketch on the tree in the story The Giving Tree. അതായത് നമ്മൾ പഠിച്ചിട്ടുള്ള സ്റ്റോറി The Giving Tree യുടെ ഒരു character sketch എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ character sketch എഴുതുമ്പോൾ ആ സ്റ്റോറിയിലെ ആ ക്യാരക്ടറിനുള്ള പ്രാധാന്യം അതെങ്ങനെയാണുള്ളത്, അത് സ്നേഹമുള്ളതാണോ, അതുപോലെ അങ്ങനത്തെ minute details നമുക്ക് character sketch ൽ add ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പൊ ഇവിടെ in here the Giving Tree the character sketch. The Giving Tree is a kind and selfless character. She loves the little boy very much and she enjoys playing with him. അപ്പൊ നല്ല സ്നേഹമുള്ള ആ ചെറിയ കുട്ടിയെ വളരെ സ്നേഹിക്കുകയും അവന്റെ കൂടെ എന്താണ് അവളുടെ കൂടെ എന്താ പറയാ കളിക്കാനൊക്കെ വളരെയധികം enjoy ചെയ്യുകയുമാണ്. At first she offers him to her leaves, branches and fruit, showing how generous she is. As the boy grew up and needs more, the tree happily give away her branches to help him build a tree. Later she even lets him cut down her trunk to make a boat. Here this shows that she cares about his happiness more than their own. Despite losing parts of herself, the tree feels joy when she can help the boy. However, she also experiences sadness when she doesn't come back for a long time. In the end, even she became just a stump, she still welcomes the man with open arms. The tree represents true love, sacrifice, always putting the needs of her friends first. ഈ ട്രീയുടെ വളരെയധികം അടിപൊളിയായിട്ടാണ് കഥയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിനെ കുറിച്ച് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അതായത് വളരെയധികം ആ ട്രീ എന്ന് പറയുന്നത് എന്തിന്റെ പ്രതിനിധിയാണ്? സ്നേഹത്തിന്റെയും അതുപോലെ ത്യാഗത്തിന്റെയും ഒക്കെ അതായത് തന്റെ ആവശ്യങ്ങളേക്കാൾ തന്റെ ഫ്രണ്ട്സിന്റെ ആവശ്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന ഒരു ആളൊക്കെ ആയിട്ടാണ് നമുക്ക് ഇവിടെ ട്രീനെ പ്രതിനിധീകരിച്ചിട്ടുള്ളത്. അപ്പൊ അതൊക്കെയാണ് ഈ ഗിവിംഗ് ട്രീ എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമുക്കൊരു ക്യാരക്ടർ സ്കെച്ച് രൂപത്തിൽ എഴുതാവുന്നതാണ്. then അടുത്തൊരു ആക്ടിവിറ്റി ആണ് rearrange the story എന്ന് പറയുന്നത്. അതായത് നമുക്ക് കുറച്ച് ഇവന്റ്സ് തന്നിട്ടുണ്ടാകും, അത് ഓർഡർ ഇല്ലാണ്ടായിരിക്കും തന്നിട്ടുണ്ടാവുക. അത് നമ്മൾ ഓർഡറിൽ എഴുതുക എന്നതാണ് നമ്മുടെ കാര്യം. Some events from the story a day at the farm is given in jumbled order. അതായത് നമ്മുടെ സ്റ്റോറി ഇവന്റ്സ് ആയിട്ടുള്ള a day at the farm എന്ന് പറയുന്നതിന് സ്റ്റോറി കുറച്ച് എന്താണ് ഓർഡർ ഇല്ലാണ്ട് കൊടുത്തിട്ടുണ്ട്. അത് rearrange and sequential order. Granddad gave the kids job while peeling corn and sowing seed. Bill invited his friends Meg to visit grandma's granddad's farm to help. And curious, the king secretly approached the beast. Bill stepped on a log to peep the hill, disturbing the beast. The kids jumped into a stream to escape. The angry beasts were saved. Would the king happily fed animals and helped the granddad various jobs. അതായത് ഇതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ആദ്യം എന്താണ് ചെയ്തിട്ടുള്ളതില് ബില്ല് അവന്റെ ഫ്രണ്ടായ മെഗിനെ വീട്ടിലേക്ക്, അതായത് ഗ്രാൻഡാഡിന്റെ ഫാമിലേക്ക് ക്ഷണിക്കുകയാണ്. അതായത് അപ്പൊ നമുക്ക് ഫസ്റ്റ് എഴുതേണ്ട ഇതെന്ന് പറയുന്നത് എന്താണ്? Bill invited his friend Meg to visit his granddad's farm for help. Granddad gave the kids job like peeling corn and sowing seed. The kids happily fed the animals and helped Granddad with various chores. Curious kids secretly approached the beast. Bill stepped at the log into hips, disturbing the beast. The kids jumped into a stream to escape. The angry beasts were saved. Okay, അപ്പൊ അങ്ങനെ എഴുതാം. Then activity 5 എന്ന് പറയുന്നത് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് imagine that there was a farmer in your locality. He may use natural method of agriculture. He cultivates vegetables, bananas and other fruits. His family support him. He has a good yield every year. You have conducted an interview with him. Prepare 5 questions. അതായത് നിങ്ങളുടെ നാട്ടിൽ ഒരു കർഷകനുണ്ട്. ആ കർഷകൻ എന്താണ് പ്രകൃതിദത്തമായിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം അഗ്രികൾച്ചർ ഒക്കെ നടത്തുന്നത്. അദ്ദേഹം കൃഷി ചെയ്യുന്നത് വെജിറ്റബിൾസ്, പഴങ്ങൾ, അതുപോലെ തന്നെ മറ്റുള്ള പച്ചക്കറികളൊക്കെയാണ്. അദ്ദേഹത്തിന് വളരെയധികം സപ്പോർട്ട്, അതായത് അദ്ദേഹത്തിന് ഫാമിലി നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് എല്ലാ വർഷവും നല്ല വിളകൾ തന്നെ ലഭിക്കാറുണ്ട്. അപ്പൊ അങ്ങനത്തെ ഉള്ള ഒരു കർഷകനെ നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ ചെയ്യാൻ കിട്ടുകയാണെങ്കിൽ അദ്ദേഹത്തിനോട് ചോദിക്കാൻ പറ്റിയിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് തയ്യാറാക്കാനാണ്. അപ്പൊ നമുക്ക് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഹൗ ഡു യു മാനേജ് പെസ്റ്റ് ആൻഡ് ഡിസീസസ് വിത്തൗട്ട് യൂസിങ് കെമിക്കൽസ്? എങ്ങനെയാണ് നിങ്ങൾ ഈ കീടങ്ങളെയും ഒക്കെ അതുപോലെ തന്നെ രോഗങ്ങളെയും ഒക്കെ കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാണ്ട് മാനേജ് ചെയ്യുന്നത് എന്ന് ചോദിക്കാം. അതുപോലെ തന്നെ വാട്ട് നാച്ചുറൽ ടെക്നിക് ഡു യു യൂസ് ടു മെയിൻറ്റെയിൻ സോയിൽ ഹെൽത്തി? അതായത് മണ്ണ് നല്ല രീതിയിൽ നിലനിൽക്കാൻ എന്തൊക്കെ പ്രകൃതിദത്തമായ മാർഗങ്ങളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്? Can you walk us through the typical day on farming? What inspired you to adopt natural method agriculture? Which kind of crops you cultivate most? അതായത് എന്തൊക്കെയാണ് നിങ്ങൾ ഇൻസ്പയർ ചെയ്തിട്ടുള്ളത്? അതുപോലെ തന്നെ കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത് എന്ത് വിളയാണ്? അതുപോലെ നിങ്ങൾക്ക് ആരാണ് ഇതിന്
നിങ്ങൾ ഇതിലേക്ക് ഈ ഫീൽഡിലേക്ക് വരാനുള്ള റോൾ മോഡൽ ആരാണ്, അതുപോലെ തന്നെ ഇനി അടുത്ത ജനറേഷൻ ഫ്യൂച്ചർ ജനറേഷൻ എന്ത് മെസ്സേജ് ആണ് കൊടുക്കാനുള്ളത്, അതൊക്കെ നമുക്ക് ഈ ഇന്റർവ്യൂ ക്വസ്റ്റ്യനിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഡ്രീം ചോദിക്കാം, അതൊക്കെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഈ ഇതിൽ മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാണ്, ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ അറേഞ്ച്മെന്റ്സ്, കറക്റ്റ് ഓർഡർ, അതുപോലെ തന്നെ ഡയറി എൻട്രി, അതുപോലെ തന്നെ എന്താണ് പറഞ്ഞിട്ടുള്ളത്, അതിപ്പോൾ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. അതായത് പാരഗ്രാഫ് തന്നിട്ടുള്ളത്, അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് ആൻസേഴ്സ് കണ്ടുപിടിക്കാനുള്ള ചോദ്യം, അതൊക്കെ നമുക്ക് സാധ്യത ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ എക്സാമിന് വരുന്നതാണ് കുറച്ച് ചോദ്യങ്ങൾ, അതായത് 6 ആക്ടിവിറ്റി ഒക്കെ തന്നിട്ടുണ്ടാകും. അതിൽ നിങ്ങൾക്ക് അറിയാവുന്ന 5 ആക്ടിവിറ്റി അങ്ങനെ ഒരു ഓപ്ഷനും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാകും. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നന്നായി വായിച്ചതിന് ശേഷം മാത്രമായിരിക്കണം നിങ്ങൾ ആൻസേഴ്സ് എഴുതാൻ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. 5ാം ക്ലാസ്സിന്റെ മറ്റുള്ള സബ്ജക്റ്റിന്റെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആവശ്യമായ കൂട്ടുകാർ അതൊക്കെ ഒന്ന് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇംഗ്ലീഷ് നന്നായിട്ട് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ഡയറി എൻട്രി, ന്യൂസ് റിപ്പോർട്ട്, അതുപോലെ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ്, അറേഞ്ച് ദം, സീക്വൻസ്, കോൺവെർസേഷൻ, അതൊക്കെ നിങ്ങൾ ഇമ്പോർട്ടൻസ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.